രാജ്യത്തെ നടുക്കിയ ഡൽഹി ചെങ്കോട്ടയിലുണ്ടായ ചാവേർ ആക്രമണം കൂടുതൽ അന്വേഷണത്തിന് വിധേയമാകുന്നു. ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണോ എന്ന് സംശയമുണ്ട്. കാർ സ്ഫോടനത്തിൽ UAP ചുമത്തി ഡൽഹി പോലീസ് കേസെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ ലോക് നായക് ആശുപത്രിക്ക് മുന്നിൽ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അച്യുതൻ, കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ലഭിച്ചോ ഈ കാര്യത്തിൽ? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. നിലവിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഏതാണ്ട് ബദർപൂർ അതിർത്തിയിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സുനേരി ബാഗ് മസ്ജിദ് വരെയുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസ് ഇതിനോടകം പരിശോധിച്ചിരിക്കുന്നത്. അത് സൂക്ഷ്മ പരിശോധനയാണ് ആ CCTV ദൃശ്യങ്ങളിൽ നടത്തിയിരിക്കുന്നത്. 200ഓളം പോലീസുകാരെ ഇന്നലെ ഒറ്റ രാത്രി വിന്യസിച്ചുകൊണ്ടായിരുന്നു ഈ പരിശോധനകൾ നടത്തിയത്. സംശയം തോന്നിയ 13 പേരെ ചോദ്യം ചെയ്തു എന്നാണ് ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ നിൽക്കുന്ന ലോക് നായക് ഹോസ്പിറ്റലിൽ മൃതദേഹങ്ങൾ ഇവിടെയാണ് പലതും സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില മൃതദേഹങ്ങൾ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതിനായിട്ടുള്ള DNA പരിശോധനകൾ നടത്തുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. DNA പരിശോധനാ ഫലം വരുന്നതനുസരിച്ചായിരിക്കും മൃതദേഹങ്ങൾ സ്ഥിരീകരിക്കുക. ചില 2 മൃതദേഹങ്ങൾ ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ഥിരീകരിക്കാത്ത മൃതദേഹങ്ങൾ, ഐഡന്റിറ്റികൾ സ്ഥിരീകരിക്കാത്ത മൃതദേഹങ്ങൾ ഇപ്പോഴും ഈ LNJP ആശുപത്രിയിലുണ്ട്. എന്തായാലും അതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുന്നു. ഞാൻ നിൽക്കുന്ന ആശുപത്രിയിലാണ് പരിക്കേറ്റവർ ചികിത്സയിലും കഴിയുന്നത്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുടെ എത്തി ഈ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചിരുന്നു. എന്തായാലും നിലവിൽ ഇന്ന് ഈ ഏജൻസികളുടെ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് ഈ മണിക്കൂറിൽ, ഈ നിമിഷം ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ്. കാരണം വാർത്താ സമ്മേളനം നടത്തി നിലവിലെ ഈ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ സംബന്ധിച്ച ഒരു വ്യക്തത അത് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ, ഇതിന്റെ ഭാഗമായിട്ടുള്ള NSGയുടെ പ്രത്യേക സംഘം, ബോംബ് ഡിസ്പോസൽ സ്ക്വാഡാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഒപ്പം NIയുടെ വിദഗ്ധ സംഘം ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഡൽഹി ക്രൈംബ്രാഞ്ച്, ജമ്മു കാശ്മീരിന്റെ പോലീസ്, അപ്പോൾ ഈ സംയുക്ത സേനകളിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ടൊരു വാർത്താ സമ്മേളനം. ഇതിന്റെ വ്യക്തത എന്താണ് ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെ 6:55-ന് ചെങ്കോട്ടയ്ക്ക് സമീപം സംഭവിച്ചത്, അതിന്റെ വ്യക്തത എന്താണ്, ആ സ്ഫോടനത്തിന്റെ സ്വഭാവം എന്താണ്, ആരൊക്കെയാണ് ഇതിന്റെ പങ്കാളികൾ, ഇതിന്റെ കണക്ഷൻ എന്താണ്, ഇതിന്റെ ലിങ്ക് എവിടെയാണ്, ഫരീദാബാദിലെ സ്ഫോടനം കണ്ടെടുത്തതുമായി സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിടുന്നു. എന്തായാലും രാജ്യത്തിന് മുൻപിൽ ഇതിനൊരു വ്യക്തത നൽകേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടെ കടമയാണ്. അപ്പോൾ അത് ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും കൃത്യമായ വിവരം നൽകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗം 9:30-നാണ്. ഈ യോഗത്തിൽ എല്ലാ നിലവിൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പല അന്വേഷണ ഏജൻസികളുടെയും സുരക്ഷാ സേനകളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ടാണ് ആ യോഗം പുരോഗമിക്കുക. ആ യോഗത്തിൽ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും അതായത് വാർത്താ സമ്മേളനം വിളിച്ച ഈ കാര്യങ്ങൾ എന്താണ് ഇതുവരെ പ്രാഥമികമായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്, ഏത് സ്വഭാവമാണ് എന്നത് ഉൾപ്പെടെയുള്ള, സ്ഫോടനത്തിന്റെ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവുക. നിലവിൽ രാസപരിശോധനയ്ക്കായി എല്ലാ സാമ്പിളുകളും സ്പോട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.